നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 2 മാസത്തിനിടെ 3ാം തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നതിന്റെ ആവേശത്തിലാണ് ബി.ജെ.പി. ഫെബ്രുവരി 27-ന് തിരുവനന്തപുരത്ത് കെ സുരേന്ദ്രന്റെ പദയാത്ര സമാപനത്തിലേക്കുള്ള മോദിയുടെ വരവ് വലിയ ആഘോഷമാക്കാനാണ് പാർട്ടി തീരുമാനം. നിരന്തരമുള്ള സന്ദർശനം മോദി ദക്ഷിണേന്ത്യയിൽ 2ാം സീറ്റിൽ മത്സരിച്ചേക്കുമോ എന്ന അഭ്യൂഹങ്ങളും കൂട്ടുന്നു. ജനുവരി 3-ന് തൃശൂരിൽ മഹിളാ സംഗമം, 16-നും 17-നും കൊച്ചിയിലും ഗുരുവായൂരും പരിപാടികൾ. 3ാം വരവ് ഇനി 27-ന് തിരുവനന്തപുരത്ത്. കേരള ബി.ജെ.പി. മോദിയിൽ സകല പ്രതീക്ഷകളും അർപ്പിക്കുമ്പോഴാണ് വീണ്ടുമുള്ള വരവ്. മോദി നയിക്കുന്ന റാലികളല്ലാതെ സംസ്ഥാന നേതാക്കളുടെ ജാഥകളുടെ ഉദ്ഘാടന സമാപന ചടങ്ങുകളിലെ നരേന്ദ്രമോദിയുടെ പങ്കാളിത്തം അത്ര പതിവല്ല. സംസ്ഥാനത്ത് റോഡ് ഷോ അടക്കമുള്ള വലിയ പ്രചരണ പരിപാടികൾക്കാണ് പാർട്ടി ആലോചന. തലസ്ഥാനത്തെ മഹാസമ്മേളനത്തിൽ മോദിയുടെ ചില വമ്പൻ പ്രഖ്യാപനങ്ങൾക്കും സാധ്യതയേറെ. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും പ്രധാനമന്ത്രി നിരന്തരമായി എത്തുന്നുണ്ട്. ജനുവരിയിൽ 2 തവണ തമിഴ്നാട്ടിൽ വന്ന മോദി 25-ന് തിരുപ്പൂരിൽ വീണ്ടും എത്തുന്നു. ജനുവരിയിൽ ബംഗളൂരിലും പ്രധാനമന്ത്രി വന്നിരുന്നു. ബി.ജെ.പി. മിഷൻ സൗത്ത് പ്രഖ്യാപിച്ചിരിക്കെ മോദിയുടെ ദക്ഷിണേന്ത്യൻ സന്ദർശനങ്ങളിലെ രാഷ്ട്രീയ ആകാംക്ഷയുമേറെ. വാരണാസിക്ക് പുറത്ത് പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യയിൽ 2ാം സീറ്റിൽ മത്സരിച്ചേക്കുമെന്ന ചർച്ചകളും നേരത്തെയുണ്ട്. ഇത്തരം ചർച്ചകൾ ബലപ്പെടുത്തുന്നതാണ് നിരന്തരമുള്ള സന്ദർശനങ്ങൾ. 2ാം മണ്ഡലം കർണാടകയിലോ തമിഴ്നാട്ടിലോ ആകുമെന്ന് വരെ പറഞ്ഞു കേൾക്കുന്നു. തിരുവനന്തപുരത്ത് മോദി ഇറങ്ങുമെന്ന അഭ്യൂഹം വളരെ നേരത്തെയുണ്ടെങ്കിലും ദേശീയ നേതാക്കൾ അത് സ്ഥിരീകരിച്ചിരുന്നില്ല. ഉത്തരേന്ത്യയിൽ രാമക്ഷേത്ര വഴി വൻ നേട്ടമാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. സ്ഥാനാർത്ഥിത്വമായാലും നിരന്തര സാന്നിധ്യമായാലും മോദിയിലൂടെ സൗത്തും പിടിക്കാനാണ് ബി.ജെ.പി. നീക്കം.